ഹായ് ഹലോ, ഇന്ന് നമ്മുടെ വീഡിയോ കിച്ചൺ ടിപ്പാണ്. പുട്ട് ഒരു ദിവസം ഫുൾ എങ്ങനെ സോഫ്റ്റായിട്ട് സൂക്ഷിക്കാം, കാബേജൊക്കെ അരിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ സ്മെല്ലില്ലാതെ എങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും, അതുപോലെ തന്നെ പഴം കുറച്ച് അധികം പഴുത്തു പോകാതെ എങ്ങനെ നമുക്ക് സൂക്ഷിക്കാം, ഇത്തരത്തിലുള്ള കുറച്ച് ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തമായിട്ടൊന്ന് കാണണേ. നമ്മുടെ ആദ്യത്തെ ടിപ്പ് പുട്ട് ഒരു ദിവസം മുഴുവനും സോഫ്റ്റ് ആയിട്ടിരിക്കാൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ പുട്ട് തയ്യാറാക്കുന്ന വെള്ളത്തിൽ ഇതുപോലൊരു നാരങ്ങയുടെ തൊണ്ടിട്ടിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തിൽ പുട്ട് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ പുട്ട് ഒരു ദിവസം ഫുള്ള് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് പുട്ടും തയ്യാറാക്കിയെടുക്കാം. ഗോതമ്പിൻ്റെ ആയാലും അരിയുടെ ആയാലും റവയുടെ ഒക്കെ പുട്ട് ഇങ്ങനെയൊന്ന് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നല്ല സോഫ്റ്റായിട്ടിരിക്കുമെന്ന് മാത്രമല്ല ആ പുട്ടിന് നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ നിങ്ങൾ പുട്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ മറ്റൊരു ടിപ്പ്, നമ്മൾ പുട്ടിൻ്റെ മാവ് തയ്യാറാക്കുന്ന ടൈമിൽ അതിലൊരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിലും നമ്മുടെ പുട്ട് ഒരു ദിവസം മുഴുവനും നല്ല പോലെ സോഫ്റ്റായിട്ടിരിക്കും. നമ്മുടെ അടുത്ത ടിപ്പ്, നമ്മൾ കാബേജൊക്കെ അരിഞ്ഞിട്ട് നൈറ്റിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് പിറ്റേന്ന് തോരനൊക്കെ വെക്കാനായിട്ട്, പ്രത്യേകിച്ചും രാവിലെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർ. അങ്ങനെ നമ്മൾ അരിഞ്ഞ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മൾ ആ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകാറുണ്ട് ഫ്രിഡ്ജിൽ. ഇനി അങ്ങനെ ഉണ്ടാകില്ല. അതിനായിട്ട് നമുക്ക് ഇതുപോലെ കാബേജ് അരിഞ്ഞ് വെക്കുന്ന ടൈമിൽ ഒരു ടേബിൾ സ്പൂണോളം വിനെഗർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പിറ്റേന്ന് നമ്മൾ എടുക്കുമ്പോൾ കാബേജിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാകുകയില്ല. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ സ്മെല്ലുണ്ടാകില്ല എന്ന് മാത്രമല്ല, നമ്മൾ തോരൻ വെക്കുമ്പോൾ നമ്മൾ ഫ്രഷായിട്ട് കാബേജ് കട്ട് ചെയ്ത് തോരൻ വെക്കുന്ന അതേ ഫീലും ഉണ്ടാകും. ഇതുപോലെ ഏത് കണ്ടെയ്നറിലാണോ സ്റ്റോർ ചെയ്യുന്നത് അതിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ടിപ്പ്, പഴമൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് കറുത്തു പോകാറുണ്ട്, പ്രത്യേകിച്ചും ചൂട് സമയങ്ങളിൽ. അപ്പം നമുക്ക് അതെങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലൊരു അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കട്ട് ചെയ്തൊരു ഭാഗമുണ്ടല്ലോ പടലയുടെ, അത് ഇതുപോലൊന്ന് കവർ ചെയ്ത് വെക്കുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ പഴം പെട്ടെന്ന് കറുത്തു പോകുകയില്ല. ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് ഇതുപോലെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പഴമാണ്. ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പഴം പെട്ടെന്ന് കറുത്തു പോകുകയില്ല. ഇനി നമുക്ക് ഈ ഒരു രീതിയിലല്ലാതെ ഇതുപോലെ ഓരോ പഴവും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതും നമ്മൾ ഇതുപോലൊരു പോളിത്തീൻ കവറോ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിലോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ദിവസം പെട്ടെന്ന് കറുത്തു പോകാതെ നമുക്ക് പഴം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ പഴമൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ചില സമയങ്ങളിൽ ആ പടലയിൽ നിന്ന് ഞെട്ടറ്റ് പോയിട്ട് ഇതുപോലെ ആകാറുണ്ട്. ആ ടൈമിൽ നമുക്ക് പഴം ഇങ്ങനെ പുറത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്റ്റോർ ചെയ്താൽ പെട്ടെന്ന് കുരുട്ടീച്ചയൊക്കെ വരും. ആ ഒരു ടൈമിൽ നമുക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ നമുക്ക് ആ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ സ്മൂത്തിയോ അല്ലെങ്കിൽ ഷേക്കോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ പെട്ടെന്ന് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പഴം പെട്ടെന്ന് ചീത്തയായി പോവുകയില്ല. അധികമായിട്ട് പഴുത്തു തുടങ്ങിയ പഴങ്ങളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടിപ്പും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ടിപ്പ്, നമ്മൾ ഇതുപോലെ കണ്ടെയ്നറുകളിൽ നമ്മുടെ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ചെള്ള് വരാറുണ്ട്, അതുപോലെ പൂത്തൊക്കെ പോകാറുണ്ട്. ഇനി നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് ഓയിലാണോ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഓയിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. നമുക്ക് ആ ഓയിൽ 1-2 ഡ്രോപ്പ് ഈ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ അടപ്പ് ഉപയോഗിച്ച് നല്ലപോലെ അടച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ആ ഓയിൽ എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ. അതിനുശേഷം നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിൽ ചെള്ളൊന്നും വരികയില്ല, അതുപോലെ തന്നെ പെട്ടെന്ന് പൂത്തു പോവുകയില്ല.
ഈ ഒരു രീതിയിൽ നമുക്ക് ഡാല്, കടല, അതുപോലെ തന്നെ ഗ്രീൻ പീസ് അങ്ങനെയുള്ള ഒട്ടുമിക്ക ധാന്യങ്ങളും സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിട്ട ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇങ്ങനെയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.